നമസ്തേ. കേസ് അന്വേഷണത്തിലും ഉദ്യോഗസ്ഥ നിയമനങ്ങളിലുമടക്കം സംസ്ഥാനത്തെ വിജിലൻസ് വകുപ്പ് അടിമുടി മാറ്റം വരുത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കൈക്കൂലി കേസുകളിൽ ഇനി 6 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം. നിലവിൽ 1 വർഷമാണ് സമയപരിധി. കേസ് അന്വേഷണത്തിനിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സേനകളുടെ മാതൃകയിൽ പ്രത്യേക ജാക്കറ്റ് യൂണിഫോമായി ധരിക്കണം. സംസ്ഥാനത്ത് 24 വർഷത്തിനു ശേഷം പരിഷ്കരിക്കുന്ന വിജിലൻസ് മാനുവലിലാണ് പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത്. മാനുവൽ ഇന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 2022 ശേഷം ആദ്യമായാണ് വിജിലൻസ് മാനുവൽ സമഗ്രമായി പരിഷ്കരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അഴിമതിക്കെതിരായ ബോധവൽക്കരണവും സുതാര്യ ഭരണവും ലക്ഷ്യമിട്ട് കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല ക്യാമ്പയിന്റെ ഭാഗമായി പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനവും വിവിധ സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ആഭ്യന്തര വിജിലൻസ് മേധാവിമാരുടെയും അവലോകന യോഗവും തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിലെ മൈൻഡ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഡിജിറ്റൽ യുഗത്തിൽ അഴിമതിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായ സാഹചര്യത്തിൽ അന്വേഷണ നടപടിക്രമങ്ങളും കാലാനുസൃതമായി നവീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഡിജിറ്റൽ പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജിലൻസ് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് പരിശീലനം, അന്വേഷണം, നിയമ നടപടികൾ എന്നിവ സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ മാനുവലിൽ ഉൾപ്പെടുത്തി. വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പ്രൊഫഷണൽ നിലവാരം ഉയർത്തുന്നതിനും അന്വേഷണങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സേനയിൽ നിന്ന് വിജിലൻസിലേക്കുള്ളവരുടെ തെരഞ്ഞെടുക്കലിന് അഭിരുചി പരീക്ഷ നടത്തും. വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം നൽകുന്നത് പരിഗണിക്കും. മികച്ച സേവനം നടപ്പാക്കുന്നവർക്ക് മെഡലുകൾ ഉൾപ്പെടെയുള്ള അംഗീകാരം നൽകുന്നതും മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോജക്ട് സീറോയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും വിജിലൻസ് എസ്പിമാരുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. മിന്നൽ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ബിനാമി സ്വത്തിടപാടുകളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും പ്രത്യേകമായി നിരീക്ഷിക്കുകയും ചെയ്യും. പ്രധാന തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ വിജിലൻസ് ക്ലിയറൻസ് സംവിധാനം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കും. ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തമാക്കുന്നതിന് എല്ലാ വകുപ്പുകളിലെയും വിജിലൻസ് ഓഫീസർമാർ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ട്രിബ്യൂണൽ കേസുകളും കോടതി വ്യവഹാരങ്ങളും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി നിയമോപദേശകരെ നിയോഗിക്കും. അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികളും വകുപ്പ് തല വിവരങ്ങളും യഥാസമയം വിജിലൻസിനെ അറിയിക്കുന്നതിൽ വകുപ്പ് മേധാവികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു.
DGP മനോജ് എബ്രഹാം ഡയറക്ടറായി ചുമതലയേറ്റ ശേഷമാണ് വിജിലൻസ് പരിഷ്കരണ നടപടി ആരംഭിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്താൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾ അടങ്ങിയ സ്പാർക്ക് പോർട്ടലിലും ഭൂമി ഇടപാടുകൾ നടക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലിലും വിജിലൻസ് ഇനി നേരിട്ട് പരിശോധന നടത്തും. ഇതിന് സഹായിക്കുന്ന ഓൺലൈൻ സംവിധാനം സജ്ജീകരിക്കും. വിജിലൻസിൽ പരാതി നൽകാനും അതിന്റെ പുരോഗതി അറിയാനും പൊതുജനങ്ങൾക്കായി മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കിയെന്നും മാനുവലിൽ പറയുന്നു. വിജിലൻസിന് ലഭിക്കുന്ന പരാതികളിൽ 3 മാസത്തിനകം പ്രാഥമിക അന്വേഷണവും 6 മാസത്തിനകം കേസ് അന്വേഷണം പൂർത്തിയാക്കണമെന്നുമാണ് പുതിയ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരായ തുടരന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി തേടണമെന്ന വ്യവസ്ഥയിലും വിജിലൻസിന് ഇളവുണ്ടാകും. ഡെപ്യൂട്ടേഷനും പരീക്ഷ പോലീസ് സേനയിൽ നിന്ന് വിജിലൻസ് വിഭാഗത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രത്യേക പരീക്ഷയിലൂടെയാകും ഇനി മുതൽ തെരഞ്ഞെടുക്കുക. CPO മുതൽ ഇൻസ്പെക്ടർമാർ വരെയുള്ളവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി 5 വർഷമായി ചുരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഡെപ്യൂട്ടേഷന് കാലാവധി ഉണ്ടായിരുന്നില്ല. വകുപ്പിലെ അഴിമതി തടയുന്നതിനാണ് പുതിയ നിർദ്ദേശം. ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പ്രധാന വാർത്തകൾ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.